പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതായത് പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യം എന്തൊക്കെയാണ് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പ്ലേ സ്റ്റോറിൽ നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ആദ്യം ഒരു ആപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്തു. ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആപ്പാണ്. ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആപ്പിന് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണുന്ന ഭാഗത്ത് സി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ താഴെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ റേറ്റിംഗ് ആൻഡ് റിവ്യൂ എന്നുള്ള ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് മോസ്റ്റ് റിലവൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും മുകളിലായിട്ട്. ഈ മോസ്റ്റ് റിലവൻറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓപ്പണായി വരും. ഇവിടെ നമുക്ക് ദിസ് ഡിവൈസ് മോഡൽ എന്നുള്ള ഏറ്റവും അവസാനത്തെ ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ എത്രത്തോളം യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ വർക്കിംഗ് ആണ് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആപ്പ് ഒന്നാമത്തെ ആൾ തന്നെ 1 സ്റ്റാറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു ആപ്പ് വളരെ മോശമായ രീതിയിലാണ് റിവ്യൂ ചെയ്തിരിക്കുന്നത്. താഴെ ഭാഗത്തേക്ക് വന്നാൽ വീണ്ടും ഒരാൾ ഇത്തരത്തിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരാൾ കുറച്ചുകൂടെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ഒരു ആപ്പ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ചില ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഇൻ്റർനെറ്റും നഷ്ടപ്പെടുകയും മാത്രമല്ല നമ്മുടെ സ്റ്റോറേജ് നഷ്ടപ്പെടുകയും നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും വൈറസ് സ്പ്രെഡ് ചെയ്യാനൊക്കെ കാരണമാകും. നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച ആളുകൾ എന്താണ് റിവ്യൂ ചെയ്തിരിക്കുന്നത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എബൌട്ട് ദിസ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ആപ്പുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഈ ഒരു ആപ്പ് ഏതൊക്കെ പെർമിഷൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് കാണാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതുപോലെ ഓപ്പൺ ആക്കിയ ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ആപ്പ് പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ ഒരു ഗ്രീൻ കളറിൽ സി മോർ എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ഈ ഒരു ആപ്പ് എന്തൊക്കെ പെർമിഷൻസ് ആണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എടുക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് പെർമിഷൻ എടുക്കുന്നുണ്ട്, മൈക്രോഫോൺ പെർമിഷൻ എടുക്കുന്നുണ്ട്, ക്യാമറ പെർമിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്പിൽ നമുക്ക് എന്ത് പെർമിഷൻസ് ആണോ കൊടുക്കേണ്ടത് അത് കൃത്യമായി മനസ്സിലാക്കുകയും അത് മാത്രമുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ആയതുകൊണ്ട് തന്നെ ക്യാമറ ആവശ്യമുള്ളതാണ്. മൈക്രോഫോൺ വോയിസ് ഓവർ കൊടുക്കുന്നതിന് മൈക്രോഫോൺ ആവശ്യമാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റോറേജ് ആവശ്യമാണ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കാം. ആവശ്യമില്ലാത്ത എന്തെങ്കിലും പെർമിഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ അത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് അത്തരം പെർമിഷൻസ് കൊടുക്കാതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.